അപ്പോൾ എല്ലാവർക്കും ലീഫിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് വെയിലൊക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പോട്ടിംഗ് മിക്സർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടാക്കുമ്പോഴല്ല, ഞാൻ എങ്ങനെയാണ് പോട്ടിംഗ് മിക്സർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്നോട് എല്ലാവരും എപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യമാണ് പോട്ടിംഗ് മിക്സർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും പോട്ടിംഗ് മിക്സർ ഉണ്ടാക്കുന്നത് കാണാം. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തീരെ കുറഞ്ഞൊരു എമൗണ്ടിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മളിവിടെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് അധികമാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ ഒരു ലോഡൊക്കെ അടിച്ചിട്ടിട്ടാണ് പോട്ടിംഗ് മിക്സർ ഉണ്ടാക്കി എടുക്കാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ ഉണ്ടാക്കി കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പൂഴിയാണ് കേട്ടോ. പൂഴി എന്ന് വെച്ചാൽ ഇപ്പോൾ മലപ്പുറം ഭാഗത്തേക്കൊക്കെ ഇതിന് മണ്ണെന്ന് പറയാം, നമ്മുടെ നാട്ടിൽ പൂഴി എന്ന് പറയും. മാത്രമല്ല നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത്, നമ്മൾ മറ്റേ കപ്പപ്പൂഴി എടുക്കരുത്. അതായത് ഈ പശ പോലെ ഒട്ടിപ്പിടിച്ച് പോകുന്ന പൂഴി എടുക്കരുത്. ഇത് നമ്മൾ മേൽമണ്ണാണ് കേട്ടോ. മേൽമണ്ണ് നോക്കിയെടുത്താലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതുപോലത്തെ പൂഴി നമ്മൾ എടുക്കുക. ഒരു ചട്ടിയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ വീഴണം കേട്ടോ. ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല, ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ വീഴും. ആ ഒരു ടൈപ്പ് പൂഴി വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല. കാരണം ഇത് കുറച്ച് നാൾ നമ്മുടെ പാക്കറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കിനും കട്ട പിടിച്ചു പോകും. ഇങ്ങനത്തെ പൂഴി എല്ലാം എടുക്കുന്നതെങ്കിൽ കട്ട പിടിച്ചു പോകും. ഞാൻ കാണിച്ചു തരാം അങ്ങനെ ആയത്. ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കൊള്ളാത്ത പൂഴിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് കണ്ടോ, ഇതൊരു കല്ലുപോലെ ആയിപ്പോയി സാധനം. അപ്പോൾ ഇതിന് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ പാക്കറ്റിനകത്തിരുന്ന് കല്ലുപോലെ ആവും. പ്ലാന്റ് ഇതിനകത്ത് നിൽക്കുകയും ചെയ്യും. നമ്മൾ എത്ര നനച്ചാലും ഇതിൻ്റെ അകത്തേക്ക് വെള്ളം കയറി പോകത്തില്ല. കണ്ടോ, കട്ട് കിട്ടിയ പോലെയാണ്. അപ്പോൾ ഇതിനകത്ത് പോട്ടിംഗ് മിക്സർ എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പോട്ടിംഗ് മിക്സർ കൂടാതെ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മൾ ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ അതിന് നനയ്ക്കുന്നതും വളമിടുന്നതും ഒക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിംഗ് മിക്സർ ആകുമ്പോൾ തന്നെ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വളമുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളത്തിനെ ഹോൾഡ് ചെയ്ത് നിർത്തുകയും ചെയ്യും. പിന്നെ നമ്മൾ നമ്മുടെ ചെടിയുടെ വളർച്ച അനുസരിച്ചിട്ട്, അതായത് ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആണോ ഔട്ട്ഡോർ പ്ലാന്റ് ആണോ, ഇനി തീരെ ചെറിയ പ്ലാന്റ്സ് ആണോ, ഒരുപാട് വളർന്ന് വള്ളി വീശി പോകുന്ന പ്ലാന്റ്സ് ആണോ എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മളതിന് വളം ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇൻഡോർ പ്ലാന്റ്സിന്, നമ്മുടെ ബാൽക്കണി ഗാർഡനിൽ ഇരിക്കുന്ന പ്ലാന്റ്സിനൊക്കെ ചെയ്യുന്ന വളം എന്ന് പറഞ്ഞാൽ ഏത്തപ്പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ടത്, അതുപോലെ തന്നെ ചാണകവെള്ളം, പിന്നെ കമ്പോസ്റ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ, ഇപ്പോൾ ടട്ടിൽ വൈനൊക്കെ ആണെങ്കിൽ 15 ദിവസം, കുറച്ചുകൂടിയൊക്കെ ഹാർഡ് സ്റ്റെമ്മുള്ള ചെടികളാണെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോഴത്തേക്കിനും വളങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ നനയ്ക്കുമ്പോൾ എല്ലാ ദിവസവും നനയ്ക്കരുത്. നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ചെടിച്ചട്ടിക്കുള്ളിൽ കിടക്കുന്ന മണ്ണെന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ വിരലിൽ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഡ്രൈ ആയിട്ട്, മേൽഭാഗം ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ മാത്രം നമ്മൾ നനച്ചാൽ മതി.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇവിടെ പോട്ടി മിക്സർ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു സമയം മഴയുള്ള സമയം എന്ന് വെച്ചാൽ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടി പറ്റിയ ടൈമാണ്. അപ്പോൾ ഈ കാണുന്ന എല്ലാം നമ്മളിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പ്ലാന്റ്സാണ് കേട്ടോ ഫുള്ള്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പോട്ടി മിക്സർ നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ ടട്ടിൽ വെയിനാണിത്. ടട്ടിൽ വെയിൻ പടർത്താൻ വേണ്ടി ഇട്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ പഴയ ചില്ലിൻ്റെ കുപ്പി കൊണ്ടാണ് നമ്മളിതിനെ ബോർഡർ ചെയ്തേക്കുന്നത്. അതുപോലെ ഇവിടെ അഗ്ലോണിമ, പീസ് ലില്ലി, വാണ്ടറിങ് ജൂ, ജെയ്ഡ് പ്ലാന്റ്, അതുപോലെ നമ്മുടെ ക്രീപ്പിംഗ് ചാർലി, സ്പൈഡർ പ്ലാന്റ്, പർപ്പിൾ വാഫിൾ, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. നമ്മുടെ ഹെമിഗ്രാഫീസ് ഉണ്ട്, ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്, ലക്കി ബാമ്പു ഉണ്ട്, സിങ്കോണിയം, കോളാമ്പി, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പോട്ടി മിക്സർ. ഇത് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് ഇത്ര വളർച്ച കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോടായിട്ട് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അതായത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജുണ്ട്. എല്ലാത്തിൻ്റെയും പേര് ലീഫ് ബൈ അജിത് കണ്ണാടൻ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫേസ്ബുക്ക് പേജ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, ഒരു 2-3 ദിവസമായിട്ടുള്ളൂ പേജ് തുടങ്ങിയിട്ട്. ഇൻസ്റ്റാഗ്രാം കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബിലിടുന്ന വീഡിയോസ് എങ്ങനെ വന്നാലും ഒരു 8-10 മിനിറ്റുള്ള വീഡിയോസാണ്. അപ്പോൾ ഇത് കൂടാതെ നമുക്കിവിടെ കൃഷി ഗാർഡനിങ് ഒക്കെ ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ചെറിയ ഷോർട്ട് വീഡിയോസ്, അതായത് നമ്മൾ പറമ്പിൽ പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ വീഡിയോസ് എടുത്തിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് വീഡിയോ അല്ലാതെ ചെറിയ ചെറിയ വീഡിയോസ് എടുത്തിട്ട് ഞാൻ ഒന്നെങ്കിൽ നമ്മുടെ FB പേജിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ആ ഒരു ചെറിയ ക്ലിപ്സ് കണ്ടില്ലേ. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്ന ഗാർഡനിങ്ങിൻ്റെ അപ്ഡേഷൻസ് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ ഈ 2 പേജുകളും കൂടി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും തന്നെ കേട്ടോ. അപ്പോൾ മറക്കാതെ നിങ്ങൾ എല്ലാവരും കയറിയിട്ടൊന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോസ് ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം തൊട്ടുള്ള വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, കാരണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില വീഡിയോസ് നമ്മൾ കണക്ട് ചെയ്താണ് കൊണ്ടുപോകുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വീഡിയോസ് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ വരെ നിങ്ങൾ ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട്. കുറേ പേര് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ വരെ ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ ഇടയ്ക്ക് വെച്ച് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം.